ഗുഡ് ഈവനിങ്, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. നാടകീയതകൾ ഒന്നും തന്നെ ഇല്ലാതെ സമാധാനമായ രീതിയിൽ മാർക്കറ്റ് ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നാമത്, റിലയൻസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മാർക്കറ്റിൽ റാലി രേഖപ്പെടുത്തിയ റിലയൻസ് ഇന്ന് ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. രണ്ട്, HDFC ബാങ്കിൽ ഫർദറായിട്ടുള്ളൊരു ഫോള് കണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് ഒരു 100 പോയിന്റെങ്കിലും ഉയരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ITC FMCG സെക്ടറിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സൺഫാർമ, ഡിവിസ് ലാബ് ഉൾപ്പെടെയുള്ള ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ ശക്തമായ റാലി രേഖപ്പെടുത്തിയത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. മാരുതിയും ടാറ്റ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള കമ്പനീസ് ശക്തമായ ഒരു പിന്തുണ നൽകി. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈവൻ സെക്കൻഡ് ഹാഫിൽ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച് US മാർക്കറ്റിൽ നിന്നുണ്ട്. ഈ ഘടകങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ നിഫ്റ്റി അടുത്ത ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഗ്ലോബൽ ഈവൻറ്റുകളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് 112 പോയിൻ്റ് ഉയർന്ന് നിഫ്റ്റി ഇപ്പോൾ സ്പോട്ടുള്ളത് 24,433 സെൻസെക്സ് 80,351, 400 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി ബാങ്ക് കാണാം 143 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ മാരുതി ശക്തമായൊരു റാലിയാണ് മാരുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 6% റാലി, MNM 1.5% റാലി, ITC 4% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വ്യാഴാഴ്ചയാണ് നമ്മുടെ IT കമ്പനീസിൻ്റെ ഇൻഫോസിസ്, TCS, വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടുകൾ Q1 റിസൾട്ട് വരുന്നത്. കൂടാതെ നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളൊന്നുമില്ല. അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി മുന്നോട്ട് നയിക്കും. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും ടോപ്പിൽ ഗ്ലോബൽ മാർക്കറ്റിലുള്ളത് ബിറ്റ് കോയിനാണ്. 57,500 ബിറ്റ് കോയിൻ്റെ സ്പോട്ട് ഉള്ളത്. ബ്രന്റ് ഓയിൽ 85. പിന്നീട് നമ്മൾ കാണുന്നത് ഗോൾഡാണ്, $2,358 പെർ ഔൺസ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 3.3% സ്പൈക്ക് ചെയ്ത് 14. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം. നെഗറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ അല്ല, നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറീസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ലോഡ് സൈസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ന്യൂസാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തീരുമാനമാകുമ്പോൾ നമുക്ക് നമ്മളുടെ ബ്രോക്കറോ അതല്ലെങ്കിൽ സെബി തന്നെ കൃത്യമായിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് തരുമ്പോൾ മാത്രമാണ് ഇത് പ്രാക്ടിക്കലി വരുന്നത്. അതിനു മുമ്പേ കാണുന്ന ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ടൊന്നും നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൊച്ചിയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. കൊച്ചിയിൽ നമുക്ക് സ്വിങ്ങിൻ്റെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ഈ 2 കോഴ്സും ഓൺലൈനായിട്ടും ഉണ്ട്. ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ നമ്പർ. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനോ ഓഫ്ലൈനോ ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 52,568. മേജർ റെസിസ്റ്റൻസ് സോണും ഉള്ളത് 52,600, 53,000 റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. പക്ഷേ 52,500 എന്ന് പറയുന്ന റേഞ്ച്, 52,568 ആണല്ലോ സ്പോട്ട്. 52,500 എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് സ്ട്രാഡിൽസ് എല്ലാം തന്നെ ഈ ഒരു അഡ്ദമണിയിൽ കൂടുതൽ ഫോം ചെയ്തത് കാണാൻ സാധിക്കും. PCR ഏറ്റവും ടോപ്പിൽ കാണാം 0.64 എന്ന നിലയിലാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ജെറോം പവലിൻ്റെ സ്പീച്ച് ഇന്നുണ്ട്. നാളെ US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, അതിനുശേഷം ജൂലൈ 11 US ഇൻഫ്ലേഷൻ, ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ, UK മാനുഫാക്ചറിങ്, GDP. പിന്നീട് തിങ്കളാഴ്ച 5:30 PM ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം തന്നെ അതാത് ദിവസം അനുസരിച്ച് നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ ഘടകങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഘടകങ്ങൾ ഗ്ലോബലി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലേക്ക് വെക്കുക. മാരുതിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, മാരുതി ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൈബ്രിഡ് കാറുകൾക്ക് രജിസ്ട്രേഷൻസ് എല്ലാം തന്നെ 100% വേ ഓഫ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മാരുതിക്ക്
നമുക്കറിയാം മാരുതിക്ക് വിറ്റാര എന്ന് പറയുന്ന പുതിയ അവരുടെ ഹൈബ്രിഡ് വണ്ടിയുണ്ട്, ഇൻവിക്കോ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് വണ്ടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെയധികം ഗുണം കിട്ടുമെന്നുള്ള കാരണം കൊണ്ടാണ് മാരുതി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയത്. L&T കമ്പനി 2500 കോടി രൂപയുടെ ഒരു ഓർഡർ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. 70 ഡിഫൻസ് വെസൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ ലഭിച്ചത്. ആർവിഎൽ കമ്പനി ഇന്ന് ഒരു ബൾക്ക് ഡീലുണ്ടായിരുന്നു. 827 കോടി സ്റ്റോക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. MCX കമ്പനി ഇന്ത്യയിലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ സമയമുള്ളത് 9 മുതൽ രാത്രി 11:30 വരെയാണ്. ഇന്ത്യയിലെ ആകെയുള്ള കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആക്കുന്ന എക്സ്ചേഞ്ചാണ് MCX. പ്രൊമോട്ടേഴ്സ് BSE ആണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് MCXൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, റിലയൻസ് ജിയോ ടാഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വാലറ്റിലും പേഴ്സിലും ലഗേജിലെല്ലാം തന്നെ ഇത് ടാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻസ് എല്ലാം തന്നെ ട്രാക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഉപയോഗം. അപ്പോൾ ഇവരുടെ ജിയോയുടെ എയർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കഴിഞ്ഞ വർഷം ഇതേ സമയം അവർ ലോഞ്ച് ചെയ്തിരുന്നു. സെക്ടറിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, എസ്പെഷ്യലി കൊച്ചി കേന്ദ്രമായിട്ടുള്ള ഹാരിസൺ മലയാളം സ്റ്റോക്കൊക്കെ ഇന്ന് 10% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദനം നടത്തുന്നത് ആസാമിലാണ്. അപ്പോൾ ആസാമിലെ ഈ തവണത്തെ പ്രൊഡക്ഷൻ എല്ലാം തന്നെ 100 മില്യൺ കിലോഗ്രാം 2014 കുറവ് രേഖപ്പെടുത്തി. ഇത് ഈ ഒരു തേയിലയിലെ വില വർധനവിന് കാരണമായി. അത് ഹാരിസൺ മലയാളത്തിന് ഗുണകരമായിട്ടുണ്ട്. L&T കമ്പനീനെ സംബന്ധിച്ച് അടുത്തൊരു ന്യൂസ് ഉള്ളത് സിലിക്കോൺ കോൺ എന്ന് പറഞ്ഞ കമ്പനീനെ ഇവർ 183 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തത് വഴി സെമി കണ്ടക്ടർ ബിസിനസ്സിൽ ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. റൈറ്റ് ഗെയിൻ കമ്പനി അവർ മലേഷ്യൻ എയർലൈൻസായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അലംപിക് പാർബയുടെ പുതിയ ബിസിനസ്സിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഏവിയേഷൻ മേഖലയിലെ ആളുകളുടെ ട്രാഫിക്, പാസഞ്ചേഴ്സിൻ്റെ ട്രാഫിക് 6% ഉയർന്നതായിട്ട് ഏവിയേഷൻ മിനിസ്ട്രി റിപ്പോർട്ട് ചെയ്തു. കീസ്റ്റോൺ കമ്പനി Q1 റിസൾട്ട് വന്നു. പ്രീ സെയിൽസ് 22% ഇയർ-ഓൺ-ഇയർ വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ CVU സെഗ്മെൻറ്റിൽ സഫാരി, ഹാരിയർ, നെക്സൺ, പഞ്ച് ഏകദേശം 20 ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തു എന്നുള്ള വളരെ വലിയൊരു മൈൽ സ്റ്റോൺ കമ്പനിക്ക് അച്ചീവ് ചെയ്തു. ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. 30% ഒരു റവന്യൂ ടാർഗറ്റാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എയിം ചെയ്യുന്നത്. ജിഞ്ചർ ഹോട്ടൽ ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. സബ്സിഡിയറി ഹോട്ടൽ ശൃംഖലയാണ്. കിംസ് ഹോസ്പിറ്റൽ 200 ബെഡ് കപ്പാസിറ്റിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിസാഗിൽ ഇവർ അക്യൂർ ചെയ്തു. പവർമെക്ക് കമ്പനി ഇന്ത്യയും റഷ്യയും ആറാമത്തെ 6 ന്യൂക്ലിയർ പവർ യൂണിറ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പവർമെക്ക് കമ്പനി അതിന് നേട്ടം ഉണ്ടാക്കി. RPP ഇൻഫ്ര കമ്പനി 310 കോടി രൂപ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 13% റാലി ഇന്ന് ലഭിച്ചു. അപ്പോൾ നാളെ രാവിലെ കൃത്യം 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.